നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മുടെ ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 16-ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ജനമേജയൻ്റെ സുദീർഘമായൊരു ചോദ്യം, അതിന് ഉത്തരമായിട്ട് ഈ ഋഷി പറയുന്ന മറുപടി, വൈശമ്പായനം പറയുന്ന മറുപടി മുതലായതാണ്. ഇവിടെ അന്ന് നമ്മൾ കണ്ട് 39-ാമത്തെ അധ്യായത്തിനൊടുവിൽ ഹരിവംശത്തിലെ അനവധി കേവന്മാരായ രാജാക്കന്മാരൊക്കെ സൂചിപ്പിച്ച് ശൂരസേന രാജാവ്, ശൂരസേനൻ്റെ മകനായിട്ട് വസുദേവരുടെ പുത്രനായിട്ട് ഭഗവാൻ ദേവകിയിൽ അവതരിച്ചു എന്നുള്ളത് ചുരുക്കി പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഈ കഥ തുടർന്ന് വരുന്ന കഥകളൊന്നും കൃഷ്ണൻ്റെ കഥകൾ നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത് എന്നവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? കൃഷ്ണൻ അവതരിച്ചു എന്ന് പറഞ്ഞ ഉടനെ കൃഷ്ണ ചരിത്രങ്ങളൊന്നുമല്ല ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് ഉള്ളത്? ഒരു കാരണം, ഈ ചോദിക്കുന്നയാൾ ജനമേജയനാണ്. ചോദിക്കുന്നതിന് ഉത്തരം പറയാണ് വൈശമ്പായനം ചെയ്യുന്നത്. അദ്ദേഹം ഉടനെ ചോദിച്ചത് ഈ കൃഷ്ണാവതാരത്തിൻ്റെ മഹത്വം എന്നല്ല ചോദിച്ചത്, ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത് ചെയ്യുന്നത്, ഏതൊക്കെ കാരണം കൊണ്ടാണ് ഭഗവാൻ അവതാരങ്ങളുണ്ടായത്, മുമ്പുള്ള അവതാരങ്ങളൊക്കെ കേൾപ്പിക്കുമെന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ താല്പര്യം. അപ്പോൾ പിന്നെ കൃഷ്ണാവതാരത്തിൻ്റെ വിസ്താരം ഒക്കെ പിന്നേക്ക് മാറ്റി വെക്കാൻ. മറ്റൊന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹരിവംശം 3 പർവ്വങ്ങളോട് കൂടിയത്. ഒന്ന് ഹരിവംശപർവ്വം തന്നെ, ആ പർവ്വത്തിലുള്ള അധ്യായങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നുള്ള വിഷ്ണു പർവ്വം എന്ന് പറയുന്നൊരു ഭാഗമാണ്. കഴിഞ്ഞാൽ 3-ാമത്തെ പർവ്വം ഭവിഷ്യൽ പർവ്വമാണ്. അപ്പോൾ ഈ ഹരിവംശപർവ്വത്തിലെ ആണിപ്പോൾ നമ്മൾ പകുതിയോളം കണ്ടു കഴിഞ്ഞത്. ഈ ഹരിവംശപർവ്വത്തിൽ ഭഗവാൻ തന്നെ, ഭഗവാന്റെ അംശമായ ഹരിവംശത്തിലെ ശാഖോപശാഖകളൊക്കെ പറഞ്ഞു വെക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ വിഷ്ണു പർവ്വം എന്ന് പറയുന്ന 2-ാമത്തെ ഭാഗത്തിലാണ് കൃഷ്ണൻ്റെ കഥകൾ പ്രത്യേകമായി വിസ്തരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇപ്പോൾ ഹരിവംശത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ മാത്രം പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ കൃഷ്ണാവതാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹനീയതകൾ, ആ കഥകളൊക്കെ അടുത്ത പർവ്വത്തിലേക്ക്, വിഷ്ണു പർവ്വത്തിലേക്ക് മാറ്റി വെക്കുക ഇതെന്ന് വിചാരിക്കാം. അതായത് നമുക്കിപ്പോൾ 39 അധ്യായങ്ങൾ കണ്ടു കഴിഞ്ഞു. 40-ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട അധ്യായത്തിൻ്റെ വിഷയം തന്നെ ജനമേജയ പ്രശ്നം എന്നുള്ളതാണ്. പ്രശ്നത്തെ ചോദ്യം, ജനമേജയൻ്റെ വളരെ വിസ്തൃതമായ ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദേവീഭാഗവതമായിട്ട് പരിചയമുള്ളവർക്ക് ദേവീഭാഗവത്ത് ഓർമ്മ വരും. ദേവീഭാഗത്തിലും ജനമേജയൻ്റെ ചോദ്യങ്ങളൊക്കെ സുദീർഘങ്ങളായ ചോദ്യങ്ങളാണ്. ചില സ്കന്ധങ്ങളുടെ തുടക്കം മുഴുവൻ ചോദ്യങ്ങളാണ്. ഒരു അധ്യായം മുഴുവൻ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഭഗവാനെ ചെയ്തത് ശരിയാണോ, പാണ്ഡവന്മാരുടെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി, ഇങ്ങനെ ചെറിയ രീതിയിൽ ചോദിക്കുകയല്ല, ചോദ്യം തന്നെ വളരെ വിസ്തൃതമാണ്. അതേപോലത്തെ ഒരു ഘടനയാണ് ഇവിടെയും കാണുന്നത്. സുദീർഘമായി ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് സാമാന്യമായിട്ട് കേട്ടുകളയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നാനുസാരത എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിനനുസരിച്ച് പറയുകയാണ് ഋഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാളുടെ ചോദ്യം പിന്നെ അതിനെ പറ്റിയാണ്, അതുകൊണ്ടത് പറയാൻ ഇത് പല പുരാണങ്ങളിൽ കാണാം. ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ പല പർവ്വങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചു. അതേപോലെ കൽപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞു, ബ്രാഹ്മകൽപ്പം, അത് കഴിഞ്ഞിട്ട് പാത്മകൽപ്പം ഇതാണ് പറയേണ്ടത്. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുഖം പറയുന്നുണ്ട്, പാത്മകൽപ്പം അധോശരണു, ഇനി അങ്ങ് പാത്മകൽപ്പത്തെക്കുറിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് സ്കന്ധം അവസാനിക്കുക. പക്ഷേ കഥ കേൾക്കുന്നവരായ മഹർഷിമാരോടൊരു ചോദ്യം ചോദിച്ചു. 1-ാമത്തെ സ്കന്ധത്തിൽ വിതുരൻ്റെ തീർത്ഥയാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആ വിതുരൻ എന്തിനാണ് തീർത്ഥയാത്രയ്ക്ക് പോയത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അവിടുന്ന് കഥ പറഞ്ഞിരിക്കും. അപ്പോൾ പാത്മകൽപ്പത്തെക്കുറിച്ച് പറയട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, വിതുരൻ്റെ കഥ, വിതുരൻ എന്തുകൊണ്ടാണ് ധാർത്തരാഷ്ട്രന്മാരുടെ ദുർനയത്തിൽ വിഷമിച്ചിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയത്, എപ്പോൾ തിരിച്ചു വന്നതൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് വിതുര മൈത്രേയ സംവാദം, അങ്ങനെ കഥ പോവുകയാണ്. പിന്നീട് വേറെ കഥകളൊക്കെ പറഞ്ഞു. അതേപോലെ ഇവിടെ ഈ കൃഷ്ണൻ അവതരിച്ചു എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ യഥാർത്ഥത്തിൽ കേൾക്കുന്ന ആൾ ചോദിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃഷ്ണൻ്റെ അവതാര മഹത്വവും കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ വിചാരിക്കേണ്ടത്. പക്ഷേ ഈ 40-ാം അധ്യായത്തിലെ ആ ചോദ്യങ്ങളൊന്നും അതിനെക്കുറിച്ചല്ല. അദ്ദേഹം ചോദിക്കുന്നതൊക്കെ, ജനമേജയൻ്റെ ചോദ്യങ്ങൾ കുറച്ച് വായിക്കാം.
പ്രാദുർഭാവാൻ പുരാണേഷു വിഷ്ണോരമിത തേജസ സതാം സതാം കഥയതാമേവ വാരാഹേതിന ശ്രുതം ന ജാനേതസ്സുചരിതം ന വിതന്നൈവ വിസ്തരം ന കർമ്മഗുണസന്ധാനം ന ഹേതും ന മനീഷിതം കിമാത്മകോ വരാഹ സ കാമൂർത്തി കാചദേവതാം കിമാചാരപ്രഭാവോ വാ കിം വാ തേന പുരാകൃതം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ പറയുന്നത് ഈ ഭഗവാൻ അനേക അവതാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയൂ. കൃഷ്ണനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണൻ്റെ കഥകൾ മാത്രമല്ല, വാരാഹ ഇതിനെ ശ്രുതം. ഇത് വരാഹാവതാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കാൻ കാരണം കൽപ്പങ്ങളുടെ കണക്ക് പറഞ്ഞാൽ ഇത് വരാഹകൽപ്പമാണെന്നാണ് പൗരാണിക സങ്കല്പം. വരാഹകൽപ്പത്തിലെ വൈവസ്വത മന്വന്തരത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൽപ്പത്തിന് പ്രാധാന്യം കിട്ടുന്നത്. ഭാഗവത്തിലും വരാഹാവതാരത്തിൻ്റെ വിവരണമാണല്ലോ ആദ്യമുള്ളത്. സാധാരണ ക്രമത്തിൽ പറയുമ്പോൾ മത്സ്യാവതാരം തൊട്ട് തുടങ്ങിയത് പറയുന്നതിൽ മത്സ്യാവതാരത്തെ പറ്റി കുറേ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. വരാഹമൂർത്തിയുടെ അവതാരത്തെയാണ് തൃതീയ സ്കന്ധത്തിൽ വിസ്തരിച്ചത്. അപ്പോൾ ഇദ്ദേഹം ജനമേജയൻ ചോദിക്കുകയാണ്, വരാഹ ഇതിനെ ശ്രുത, വരാഹത്തെ അവതാരപ്പറ്റി കേട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാനേ തസ്സയിരുന്ന അവിധന്നൈവ വിസ്തര, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊന്നും എനിക്ക് അറിയില്ല, എന്തിനാണ് വരാഹമായിട്ട് അവതരിച്ചത് അതൊക്കെ പറയൂ എന്ന് പറയാൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കഥ അങ്ങോട്ട് പോയത്. പിന്നെ വാമനാവതാരത്തെ, നരസിംഹാവതാരം, വാമനാവതാരം, ഈ അവതാരങ്ങളൊക്കെ സാമാന്യമായിട്ട് പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പർവ്വത്തിൽ, വിഷ്ണു പർവ്വത്തിലാണ് കൃഷ്ണൻ്റെ കഥയൊക്കെ വിസ്തരിക്കാൻ പുറപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കാരണം നഷ്ടം. ചോദ്യത്തിനനുസരിച്ചാണല്ലോ ഉത്തരം പറയേണ്ടത്. അപ്പോൾ ചോദിക്കുന്ന ആൾ, കേൾക്കേണ്ട ആൾ ചോദിച്ച ഇതൊക്കെയാണ്. അവർ ചോദിക്കുകയാണ്, മഹാവരാഹചരിതം കൃഷ്ണദ്വൈവായനേരിതം വിസ്തരേണൈവ കർമാണി സർവാണി രിപുഘാതിന ശ്രോതുമിച്ഛാമ്യശേഷേണ ഹരേ കൃഷ്ണസ്യ ധീമതാം. ആ മഹാവരാഹമായിട്ട് ഭഗവാൻ എന്തിനാണ് അവതരിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ എന്നെ കേൾപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ജനമേജയൻ വരാഹത്തെക്കുറിച്ച് പറയാനുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണാവതാരം ഉണ്ടായി വസുദേവപുത്രനായി ജനിച്ചു എന്ന് പറഞ്ഞാൽ സാമാന്യന കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ചാണ് പറയേണ്ടത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചോദിച്ചത്. ചോദ്യം ഇങ്ങനെ നിസ്സാരമായിട്ടല്ല കേട്ടോ, വളരെ വിസ്തരിച്ചുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ല, അധ്യായം മുഴുവൻ ചോദ്യമാണ്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് തമ്പുരാൻ്റെ താരതമ്യം നോക്കാം. അങ്ങനെയുള്ള ഗുണത്തെ അവരിങ്ങനെ വിസ്തരിക്കേണ്ട കാര്യം കേൾക്കാൽ തന്നെ മനസ്സിലാവും. എന്തൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്, തേജസ്വി വിഷ്ണുവിൻ നാനാവതാരങ്ങളെ നല്ലവർ ചൊല്ലും പുരാണേ വാരാഹമുണ്ടെന്ന് കേട്ടിരിക്കും ഞാൻ. യോഗ്യന്മാർ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ ഞാൻ വരാഹാവതാരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല ആ ചരിത്രം, വിധി വിസ്താരവും ശരി, ആ കർമ്മഗുണസന്ധാനം ഹേതുകാംക്ഷിതമൊന്നുമേ, വാരാഹത്തിന് എന്തൊരാത്മാമൂർത്തി എന്തൊന്നു ദേവത, എന്താചാരം പ്രഭാവം താൻ എന്തു ചെയ്ത് കണ്ടവൻ. വരാഹമൂർത്തിയുടെ ചരിത്രങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏത് മൂർത്തിയായിട്ടാണ് ജനിച്ചത്, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്, ഇതൊക്കെ പറയുന്നു. വിഭുവിൻ്റെ കർമ്മമുറയ്ക്ക് അവതാരങ്ങളൊക്കെയും ബ്രഹ്മൻ പ്രകൃതിയും മറ്റും വിവരിച്ചിടണമേ. ആ വരാഹാവതാരം മാത്രമല്ല, അതിനെ തുടർന്നിട്ടുണ്ടായ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരൂ. എന്നിട്ട് വളരെ ശ്രദ്ധേയമായ ചോദ്യം ചോദിച്ചു ജനമേജയൻ. ഇങ്ങനെ അവതരിച്ചു എന്നൊക്കെ പറയുന്നത്, എന്തിനാണ് ഭഗവാൻ അവതരിക്കാൻ പോയത്, എന്തിനാണ് ഈ മർത്യലോകത്തിലേക്ക്, മനുഷ്യലോകത്തിലേക്ക് വന്നത്? കാരണം ഭഗവാൻ വൈകുണ്ഠത്തിൽ യാതൊരു ക്ലേശവുമില്ലാതെ അത്യന്ത സുന്ദരിയായ ലക്ഷ്മി ദേവിയോടുകൂടി സുഖമായിട്ട് അനന്തശയനത്തിൽ ശയിക്കുന്നയാളാണ്. അല്ലല്ലോ അലട്ടൊന്നുമില്ല ഭഗവാന്. ഈ ലോകത്തിൽ വന്നിട്ട് പലതിലും ഇടപെട്ട് ക്ലേശിക്കേണ്ട വല്ല കാര്യമുണ്ടോ, അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇതേപോലത്തെ ചോദ്യമൊക്കെ ദേവീ ഭാഗവത്തിൽ ജനമേജയൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാ അവിടെ വന്ന് ജനിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഇതാ, ദിവ്യാത്മാവേ എന്തിനു മനുഷ്യനിലയാക്കിനാൻ, അനാവയം മനുഷ്യർക്ക് ഈ ചക്രമൊക്കെ നടത്തുവൻ, ചക്രധാരി വരന്മർത്തേനാവാൻ കൽപ്പിച്ചതെന്തുവാൻ. ചക്രധാരി, സുദർശന ചക്രമുള്ള ആളാണ്. ചക്രധാരിയായിരിക്കുന്ന ഈ ഭഗവാൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? കാരണം ക്ലേശമാണ് ഈ ലോകജീവിതേ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ കുണ്ഠതകളില്ലാത്ത ലോകമാണ്. അങ്ങനെ ഇരിക്കുക അവിടുന്ന് എന്തിനാണ് വിഷമിട്ട് അവിടെ വന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കുറേ ചോദിച്ചതാണ്. പിന്നെ വാമനാവതാരത്തിൽ 3 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ചെയ്തത്? ക്രമം 3 ലഘും നേടി ത്രിദശകാംക്ഷയാൽ ത്രിവർഗപ്രഭവം 3 വഴി ലോകത്ത് വെഞ്ചവൻ. ഇതൊക്കെ എന്താ കാരണം ചോദിച്ചു. പിന്നെ നരസിംഹാവതാരം എടുത്തിട്ട് ഹിരണ്യകശിപുവിനെ പിളർന്നു എന്ന് കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കഥകളൊക്കെ പറയുമെന്ന് വളരെ വിസ്തരിച്ചാണ് ചോദ്യം. നമ്മൾ ചില പ്രധാന ചോദ്യങ്ങൾ മാത്രം ഇവിടെ എടുത്ത് ചോദിച്ചു. 66 ശ്ലോകങ്ങളിലാണ് ഈ 40 അധ്യായം ഉള്ളത്. അതുകൊണ്ട് ഇതൊക്കെ പറയൂ എന്ന് പറയാണ്. ഋതുക്കൾ, കാലയോഗങ്ങൾ, 3 പ്രമാണവും, ക്ഷേത്രങ്ങൾ, ആയുസ് വൃദ്ധി, ലക്ഷണം, രൂപസൗഷ്ഠവം, 3 വർണ്ണം, 3 ലോകം, വിദ്യ 3, അഗ്നി 3 3 കാലം, 3 കർമ്മം, 3 കാലം, ഗുണം ത്രയം, ഇങ്ങനെ അനേക വിഷയങ്ങൾ ചോദിക്കാൻ. ഇതൊക്കെ സമാനമായിട്ട് നമുക്ക് ഭാഗവത്തിൽ കാണാം. തൃതീയ സ്കന്ധത്തിൽ വിതുരനോട് മൈത്രേയൻ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ എവിടെ ചോദിക്കുകയാണ് ധർമ്മകർമ്മങ്ങൾക്കു ഗതി പാപിജനത്തിനും ഇവിടെ ഗതി എന്താണ് അതൊക്കെ അങ്ങ് പറയൂ. ചാതുവർണ്ണ്യപ്രഭവനായി ചാതുർഹോത്രം ഭനിമ്പവൻ. എന്നിട്ട് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. നാരായണ പരാദേവ എന്നൊക്കെ ഭാഗവത്തിൽ കാണാം. നാരായണ പരാമഹ, രാമായണ പരാക്രിയ, നാരായണ പരാ, അല്ലെങ്കിൽ വാസുദേവാന്ന് കാണും. അഖിലവും വാസുദേവനാണ്. കർമ്മങ്ങളൊക്കെ അവിടുന്നാണ്. യജ്ഞസ്വരൂപങ്ങളൊക്കെയാണ്. കർമ്മവും കാലവും അവിടുന്നാണ് എന്നൊക്കെ സ്തുതിക്കാൻ. അതേപോലെ ഇവിടെ സ്തുതിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആ കഥയൊക്കെ എനിക്ക് പറഞ്ഞു തരൂ. കാരണം ഈ നശിക്കുന്നതായ ലോകത്തേക്ക് ക്ലേശഭൂയിഷ്ടമായിരിക്കുന്ന ഈ മനുഷ്യലോകത്തിൽ മനുഷ്യയോനിയിൽ ജനിച്ചു വരാൻ എന്താ കാരണം? അതാണ് പ്രധാന ചോദ്യം. നശിക്കും ഈ മർത്യലോകത്ത് എന്തേ വിഷ്ണു പിറക്കുവാൻ എനിക്കേവം സംശയം ഹേ ബ്രഹ്മൻ വലിയ വിസ്മയം. ഗതിമാന്മാർക്കു ഗതി മർത്യമെയ്യാണ്ടതെന്തുവാൻ. എല്ലാവർക്കും പരമഗതിയായിരിക്കുന്ന പരമപ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഭഗവാൻ ഈ മനുഷ്യരീയം സ്വീകരിക്കാൻ എന്താ കാരണം? അതൊക്കെ അങ്ങ് വിസ്തരിച്ച് പറയൂ. പ്രഖ്യാത തേജോ ബലവീര്യാഢ്യന വിഷ്ണുവിനുടെ ആശ്ചര്യമാം വിഷ്ണുവിൻ്റെ കർമ്മ ഉജ്ജ്വല സത്യമായി എന്നിങ്ങനെ 40-ാമത്തെ വളരെ വിസ്തരിച്ചുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ 41 ഈ അവതാരങ്ങൾക്ക് മൂലകാരണങ്ങളെ കുറിച്ചൊക്കെ ഈ വൈശമ്പായനം പറഞ്ഞു കൊടുങ്ങാൻ. വൈശമ്പായനം പറഞ്ഞു, നിന്റെ ചോദ്യമൊക്കെ നന്നായി. യഥാർത്ഥത്തിൽ ഈ ഭഗവാനാണ് സമസ്തത്തിനും കാരണക്കാരനായിരിക്കുന്നത്. കാര്യവും കാരണവും യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെ. എന്തൊക്കെ ലോകത്തിലെ വിഖ്യാതങ്ങളായ സംഗതികളുടെ ഭഗവത് സ്വരൂപം തന്നെയാണ് എന്നൊക്കെ വിസ്തരിച്ച് പറയാണ്. വിഷ്ണു പ്രഭാവം കേൾപ്പാനായി തോന്നി ഈ ഭാഗ്യം നിനക്കെടോ. ആ വിഷ്ണുവിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് അറിയണമെന്ന് നീ അറിയാൻ വേണ്ടി ചോദിച്ചല്ലോ. അത് വളരെ നന്നായി. ഭാഗ്യമുള്ളവർക്ക് കേൾക്കാൻ കഴിയുള്ളൂന്നാണ്. ഹന്തദിവ്യം വിഷ്ണു വൃത്തം ഞാൻ ചൊല്ലുന്നത് കേൾക്കനീ. സഹസ്രാസ്യൻ സഹസ്രാക്ഷൻ സഹസ്രഭുജനവ്യൻ സഹസ്രശീർഷനാം ദേവൻ സഹസ്രകരനവ്യൻ സഹസ്രയുവൻ ഭാസ്വാൻ ആ സഹസ്രമകുടൻ പ്രഭു സഹസ്രജൻ സഹസ്രാദി സഹസ്രഭുജനവ്യൻ സവനം ഹവനം ഹവ്യം മഹാദായവനങ്ങനെ ഹോതാവായവനങ്ങനെ പാത്രങ്ങൾ. ഇവിടെ എന്തിനാ ഇതൊക്കെ വായിച്ചാൽ എന്തൊക്കെയുണ്ടോ ലോകത്തിൽ യജ്ഞസംബന്ധി അതൊക്കെ ഭഗവാനാന്ന് പറയാൻ. ഇതൊക്കെ സഹസ്രാമത്തെ നമ്മൾ കേട്ടതാണ്. യജ്ഞത്തിൻ്റെ മൂർത്തിയാണ്, യജ്ഞത്തിൻ്റെ പാത്രങ്ങളാണ്, യജ്ഞത്തിൻ്റെ സങ്കല്പങ്ങൾ ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്തായിരിക്കുന്നത്? സവനവും ഹവനവും ഹവ്യവും ഹോതാവും. ഹോതാവിൻ്റെ ഹോമിക്കുന്നയാളാണ്. ഹവനം എന്ന് പറഞ്ഞാൽ ആ ക്രിയയാണ്. ഹവ്യം എന്ന് വെച്ചാൽ ഹോമിക്കപ്പെടേണ്ട വസ്തുവാണ്. ഇതൊക്കെ ഭഗവാൻ തന്നെയാണ്. യൂപം സമിൽ കുശം ദർവി ചമസോലൂഹങ്ങളും യജ്ഞശാലയിലുള്ള പാത്രങ്ങൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് പറയാൻ. അല്ല, പ്രായശ്ചിത്തങ്ങൾ, അർത്ഥം എന്താണ്? സ്ഥണ്ടിലങ്ങൾ, കുശങ്ങളും അഗ്രഭുക്കും സോമഭുക്കും ധൃതാർത്തി സമുദായ എല്ലാം ഭഗവാനാണെന്ന് പറയാൻ ഇവിടെ ചെയ്യുന്നത്. പറഞ്ഞു, ഇങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകസേവനത്തിന് വേണ്ടിയിട്ട്, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ്. നമ്മൾ പ്രഖ്യാതമായിട്ട് 10 അവതാരങ്ങൾ, ദശാവതാരം എന്ന് പറയുമെങ്കിലും 10 മാത്രമല്ല ചെയ്തിട്ടുള്ളതാണ്. അവതാര സഹസ്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അസംശയം. സംശയിക്കാനൊരു 1000കണക്കിന് അവതാരം ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഭാഗവത്തിൻ്റെ ആദ്യത്തിൽ ഭഗവാന്റെ 22 അവതാരങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്, അവതാരാഖ്യസംഖ്യയാ എന്ന് പറഞ്ഞു. അവതാരങ്ങൾ അസംഖ്യങ്ങളാണ്. പക്ഷെ സാമാന്യ ആൾക്കാർ എന്ന് പറയും വിഷ്ണുവിൻ്റെ അവതാരം 10 പറയും. അങ്ങനെയല്ല അർത്ഥം. ഇവിടെ പറഞ്ഞ എന്താണ്? അവതാര സഹസ്രങ്ങൾ കഴിഞ്ഞിട്ടുള്ള സംശയം ഉണ്ടാകും വീണ്ടും എന്നത്രേ ചൊല്ലി ദേവൻ പ്രജാപതി. ദിവ്യയാകും പുണ്യ ശുഭ കഥ ചോദിച്ചു നീ നൃപ. എന്തിന് ഭഗവാൻ വിഷ്ണു സുരേശനരി സൂതനൻ ദേവലോകം വിട്ടു വാസുദേവ വംശേ പിറന്നുവോ. രാജാവാക്കി ചോദിച്ചല്ലോ, എന്തിനാണ് ആ വിഷ്ണു ലോകം വിട്ടിട്ട് ക്ലേശരഹിതമായിരിക്കുന്ന വൈകുണ്ഠലോകത്തിൽ നിന്ന് ഭഗവാൻ ഭൂമിയിലേക്ക് വന്നതാണല്ലോ അങ്ങയുടെ ചോദ്യം. പറഞ്ഞിട്ട് പറയാണ്, എന്തിനു വേണ്ടി ചെയ്തത്?
ലോകത്തിൽ നന്മ അത് നിന്നോട് പറയാം കേൾക്കുവൊട്ടൊഴിയാതെ നീ വാസുദേവൻ്റെ മാഹാത്മ്യം മഹാദ്യതീ ചരിത്രമേ. ലോകത്തിൽ ധർമ്മത്തിന് എന്തെങ്കിലും പിഴവുണ്ടാവാം, ധർമ്മത്തിന് ക്ഷീണം ഉണ്ടാകുമ്പോൾ അതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വന്നതെന്ന് പറയാൻ ഗീതയിലൊക്കെ പ്രസിദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ധർമ്മം രക്ഷിക്കാനായിട്ട് കാലം തോറും അവതരിക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. സംഭവാമി യുഗേ യുഗേ എന്നുള്ള പ്രഖ്യാത ശ്ലോകമാണ്. അതുകൊണ്ട് ഇത് കേൾക്കണോ? ധർമ്മത്തിനങ്ങ് എപ്പോഴെല്ലാം വാട്ടം തട്ടുന്നു ഭാരതാം, ധർമ്മത്തെ നിലനിർത്താനായി അപ്പോഴുണ്ടായി വരും പ്രഭു. ഏതൊക്കെ സമയത്താണോ ധർമ്മത്തിന് ചില വാട്ടം തട്ടുന്നത്, ചില കോട്ടം ഉണ്ടാകുന്നത്, അപ്പോൾ അതിനെ നേരെയാക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഈ അവതാരങ്ങളൊക്കെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞു, വിസ്തരിച്ചായിട്ടോ പറഞ്ഞത്. ഇങ്ങനെ 2-4 വാക്കുകൊണ്ടല്ല. ഇതിൽ പറഞ്ഞു സാക്ഷാൽ ഹിരണ്യഗർഭനായിട്ട് ഭഗവാൻ ഉണ്ടായി. ആ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി, ബ്രഹ്മാവിനുള്ള സൃഷ്ടി ഉണ്ടായി എന്നൊക്കെ എല്ലാ പുരാണങ്ങളും പറയുന്ന പോലെ പറയാൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ഈ താമര എന്നുണ്ടായപ്പോൾ അതിന് പുഷ്കരം എന്ന് പറയും, പൗഷ്കര പ്രഭാവം. അതിലൊക്കെ തന്നെയാണ് പാത്മകൽപ്പം എന്ന് പറയുന്നത്. പത്മത്തെ താമരയാണല്ലോ. താമര എന്ന് ആ ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? പിന്നെ അങ്ങനെ തപസ് ചെയ്തു, ഭഗവാനെ കുറിച്ച് തപസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് എല്ലാ പുരാണങ്ങളിലും കാണാം. ഈ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? എല്ലാറ്റിനും ഹേതുവായിരിക്കുന്നവനാണ് സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാൻ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. പിന്നെ ആ ഭഗവാനെ വിസ്തരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്തു? ഒരിക്കലും ഈ ഭൂമി മുഴുവൻ വലിയ കടൽജലത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയാൻ. അതിൻ്റെ കാരണങ്ങളോ, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഭൂമണ്ഡലത്തെ അപഹരിച്ചുകൊണ്ടുപോയി രസാതലത്തിൽ താഴ്ത്തിക്കളഞ്ഞു നോക്കിയാണ് പ്രഖ്യാതമായ കഥ. പക്ഷെ ഇവിടെ വരാഹാവതാരത്തെ പറ്റി പറയുമ്പോൾ ഈ ഹിരണ്യാക്ഷനെ പരാമർശിക്കുന്നേ ഇല്ല. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹിരണ്യാക്ഷനിൽ നിന്ന് ആണ് ഭൂമി ഭഗവാൻ എന്ത് ചെയ്ത് മോചിപ്പിച്ചെടുത്തതെന്നൊന്നും പറയുന്നില്ല ഇവിടെ. ഭൂമി കടൽ ജലത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളതാണ്. ഒറ്റൽ കടൽ ജലത്തിൽ പോയി കടലണ്ടപ്പോഴാ പ്രഭുവും തേറ്റ കൊണ്ട് ഉദ്ധരിച്ചിട്ടു ലോകർക്കു ഹിതമാക്കിനാൻ. ഏകദേശം ഹിരണ്യാക്ഷനെക്കുറിച്ച് ഉള്ള പരാമർശം പല പുരാണങ്ങളിലുണ്ട്, ഭാഗവത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ ഈ സനകാദികളുടെ ശാപം കൊണ്ട് ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യേശുവായിട്ടും ദേവജന്മാർ ആദ്യമായി ജനിച്ചു. ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹരൂപിയായിട്ട് വന്നിട്ട് വധിച്ചു. പിന്നീട് ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയായി വന്നിട്ട് വധിച്ചു എന്നൊക്കെയാണ് വളരെ പ്രധാനമുള്ള കഥ. പക്ഷേ രസകരമായ സംഗതി, ഇവിടെ ഈ വരാഹത്തിൻ്റെ അവതാരത്തിന് കാരണം ഈ ഹിരണ്യാക്ഷനാണെന്നോ വരാഹമൂർത്തിയായി വന്നിട്ട് ഹിരണ്യാക്ഷൻ വധിച്ചു എന്നോ പറയുന്നേ ഇല്ല എന്നുള്ളതാണ് തമാശ. ഇവിടെ പറയുന്നതേ ഉള്ളൂ, തേറ്റ കൊണ്ട് ഉദ്ധരിച്ചിട്ടു ലോകർക്കു ഹിതകാംക്ഷിതാൻ സഹസ്രശീർഷാദേവൻ വീണ്ടും പൃഥിവിയാക്കിനാൻ. ആ ഭൂമി ഉയർത്തിക്കൊണ്ടുവന്നു, രസാതലത്തിൽ താണുവായ ഭൂമി എന്നാണ്. അല്ലാതെ ഈ ഹിരണ്യാക്ഷനെക്കുറിച്ച് പരാമർശമേ ഇല്ല. എന്തുകൊണ്ടാണ് പുരാണങ്ങളിൽ ഓരോ തരത്തിൽ പറയുന്നതെന്നുള്ളതിന് യുക്തിസഹമായ ഒരു ഉത്തരം കണ്ടെത്താൻ വിഷയമാണ്. പലതിക്കും പലതരത്തിലാണ് പറയുന്നത്. എന്നാലും ഇത്രയൊക്കെ പ്രഖ്യാതമായ യജ്ഞവരാഹമൂർത്തിയായിട്ട് ദേവന്മാർ ഋഷികളൊക്കെ ഭഗവാനെ സ്തുതിച്ചു എന്നൊക്കെ പല പുരാണങ്ങളുണ്ട്. ഭാഗവത്ത് പ്രസിദ്ധമായിട്ടുണ്ട്. അങ്ങ് യജ്ഞവരാഹമൂർത്തിയാണ് നമ്മൾ സ്തുതിച്ചു. അവിടെ അത് ഹിരണ്യാക്ഷവധമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹിരണ്യാക്ഷവധത്തെ പറ്റി ഇവിടെ പറയുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നുമുണ്ട്. ഹിരണ്യാക്ഷ വധിച്ചുള്ള വിവരമേ ഇല്ല എന്നർത്ഥം. പിന്നെ പറയാണ് ഹിരണ്യകശിപുധ്വംസം സിംഹമായി ചെയ്തതായവൻ മുന്നം കൃതയുഗം ഭൂപ. അതേപോലെ ഇതേ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന ഭഗവാൻ തന്നെയാണ് പിന്നീട് എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിനെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് വന്നെന്നോ, ഭക്തോത്തമനായ പ്രഹ്ലാദൻ ഹിരണ്യേശുവിൻ്റെ മകനാണെന്നോ പ്രഹ്ലാദനെ കുറിച്ചുള്ളൊരു പരാമർശമേ ഇല്ല. ഹിരണ്യേശുവിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ഹിരണ്യേശുവു ബ്രഹ്മാവിന് തപസ് ചെയ്തു. അധികമായിട്ടുള്ള തപസ്സാണ്. 11,500 കൊല്ലം തപസ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് നരസിംഹമായിട്ട് അവതരിച്ചത് എന്നുള്ളതിന് ഉത്തരം പറയാൻ. എന്താ ചെയ്തത്? പുണ്യാഢ്യരാജർഷി ഗന്ധർവ അപ്സര സ്ത്രീഗണത്തോടും ജരാതര ഗുരുശ്രീമാൻ മറ്റും വാനവനൊന്നവൻ. ഈ ഹിരണ്യേശു കേരളമായ തപസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ 11,000. ആ സമയത്ത് അയാളെ ഈ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് ദേവന്മാർക്ക് വലിയ അസഹ്യത ഉണ്ടായി. ദേവന്മാർ ബ്രഹ്മാവിനോട് ഇയാൾക്ക് വരം കൊടുത്തിട്ട് തപസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് വരുന്ന ആ വരമൊക്കെ വർണ്ണിക്കാൻ ഇങ്ങനെ വന്ന് തരാതര ഗുരുശ്രീമാൻ മുറ്റും വാനവരൊത്തവൻ.
ബ്രഹ്മജ്ഞ ശ്രേഷ്ഠനാം ബ്രഹ്മാവാ ദൈത്യനോട് ചൊല്ലിനാൻ. ഹിരണ്യേശ്വരൻ്റെ മുമ്പിൽ ഹംസമാണ് അദ്ദേഹത്തിൻ്റെ വാഹനം. ഹംസവാഹനായിട്ട് വന്നു. അത് ചോദിച്ചു, മോനെ നിൻ്റെ തപസ്സൊക്കെ ഉള്ള കേമായി, എനിക്കിഷ്ടമായി, എന്താ വേണ്ടച്ചാൽ ചോദിക്കാമെന്ന് പറഞ്ഞു. ഹിരണ്യേശു പറഞ്ഞു, ദേവദാനവ ഗന്ധർവേറെ അക്ഷരാക്ഷതപന്നകർ പിശാചർ മാനുഷന്മാരും എന്നെ കൊല്ലല്ലൊരിക്കലും. അതാണ് ആദ്യത്തെ വരം ആയിട്ട് വേണ്ടത്. എന്നെ ആരും കൊല്ലരുന്ന ദേവന്മാരോ രാക്ഷസന്മാരോ ഗന്ധർവന്മാരോ പിശാചുക്കളോ മനുഷ്യന്മാരോ ഒന്നും കൊല്ലരുത്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ മരണരഹിതനായി തീരണമെന്ന് പറഞ്ഞു. അത് കൊടുക്കുക വകുപ്പില്ല. അത് എല്ലാ പുരാണങ്ങളിലും കാണാം. എത്രയോ അസുരന്മാർ എനിക്ക് മരണം ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനിച്ചാൽ മരിക്കാനുള്ള ലോക സമ്പ്രദായമാണ്. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? മരണത്തെ അതിക്രമിക്കാന്നൊക്കെ വേണം, മരണത്തിൻ്റെ ഈ കിട്ടാൻ രക്ഷപ്പെടാന്നൊക്കെ വേണം വലിയ വരങ്ങൾ വാങ്ങാൻ. തന്നെ മനുഷ്യരെ കൊല്ലാവുന്നതാണ് രാവണൻ വരം വാങ്ങിയത്. കാരണം മനുഷ്യൻ നിസ്സാരനായിട്ട് കണക്കാക്കിയിട്ടാണ്, മനുഷ്യനെ പുഴുപോലെ നിസ്സാരനായിട്ടാണ് രാക്ഷസന്മാർ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ മനുഷ്യനെ കൊല്ലില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹിരണ്യേശു മരണം വരാനുള്ള വഴിയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എന്ത് ചെയ്യരുത്, ഋഷിമാരൻ ചൊടിക്കന്നെ ശാപം കൊണ്ട് പിതാമഹ തപസ്സുള്ളോ ശപിക്കൊല്ല വരിച്ചേനീ വരത്തനാൻ. പിന്നെ ശാപം കൊണ്ട് വല്ല നാശം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു മഹർഷിമാരെ തന്നെ ശപിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞത് കൊണ്ടോ എന്നെ കൊല്ലാൻ പാടില്ല, പകലോ രാത്രിയോ കൊല്ലാൻ പാടില്ല, അകത്തുനിന്നോ പുറത്തുനിന്നോ കൊല്ലാൻ പാടില്ല, വെള്ളത്തിൽ നിന്നോ കരയിൽ നിന്നോ കൊല്ലാൻ പാടില്ല. ഇതൊക്കെ ലോകപ്രസിദ്ധമാണ് ഈ കഥകൾ. ഇങ്ങനെ മരണം വരാനിരിക്കുന്ന എല്ലാ വഴികളെയും തടയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ശസ്ത്രമസ്ത്രം മലമരം ഇവയാലും അതേവിധം ഉണക്കയാൽ പച്ചയാലും എനിക്കേറ്റിയിടലാവധം സഭൃത്യ ബലവാഹാഢ്യൻ എന്നെ അടിയൊന്നിനാൽ നശിപ്പിക്കാൻ ആര് ശക്തൻ അവൻ മൃത്യുവാകിലാം. എന്നാലും മരണമില്ലാണ്ട് വയ്യല്ലോ. അപ്പോൾ പറഞ്ഞ എന്താണ് ഒരു ഉപാധിയായിട്ട് പറയാണ്, ആർക്കാണോ എന്നെ ഒരൊറ്റ അടിക്ക് കൊല്ലാൻ കഴിയുന്നത് അവനെ എന്നെ കൊല്ലാവുന്നതാണ്. സുദീർഘമായ യുദ്ധം ചെയ്യരുത്, ക്ലേശം ഉണ്ടാക്കിയത് ഒറ്റയടിക്ക് കൊല്ലണം. അത്രയും ശക്തനായിരിക്കുന്ന ഒരാൾ കൈകൊണ്ട് എനിക്ക് മരണം ഉണ്ടാവുന്നതാണ്. തൽക്കാലം വരമൊക്കെ കൊടുത്തു. അനേക വരം വാങ്ങിയിട്ടുള്ള ആളാണ് ഹിരണ്യേശു. അങ്ങനെ ലോകത്തൊക്കെ ജയിച്ചു. എല്ലാ അസുരന്മാരും ചെയ്യുക, രാക്ഷസന്മാരൊക്കെ ചെയ്യുന്നത് ഭഗവാനെ സേവിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും തപസ്സുകൊണ്ട് വരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അഹങ്കാരം കൊണ്ട് ദൃപ്തൻ ആവുന്നതാണ്. ഭാഗവത്തിൽ രസമായിട്ട് പറഞ്ഞിരുന്നു, വരമൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ ഹിരണ്യേശു ദൃപ്തനായി. അത് അസുരന്മാരുടെ സ്വഭാവമാണ്. സാധാരണയിൽ താൻ എന്ത് അഭിലഷിച്ചുവോ എന്തിനു വേണ്ടി യത്നിച്ചുവോ അത് കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തനാവല്ലേ വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ദൃപ്തനായി, അഹങ്കാരം ഉണ്ടായതർത്ഥം. അങ്ങനെ 14 ലോകങ്ങളും കീഴടക്കുക, ഇതൊക്കെ അസുരന്മാരുടെ ഒരു സ്ഥിരമായ ഏർപ്പാടുകളാണ്. അങ്ങനെ അവർക്കൊക്കെ വലിയ വിഷമായി, ദേവന്മാരൊക്കെ സ്വസ്ഥാനങ്ങളിൽ ഓടേണ്ടി വന്നു, ക്ലേശമായി. ഇതൊക്കെ എത്രയോ പ്രാവശ്യം ചരിത്രം ആവർത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എന്ത് ചെയ്തു, അവർ വിഷ്ണു ചെന്ന് കണ്ടു. വിഷ്ണുവോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വിഷമത്തിലാണ്, ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ടായി കുഴപ്പമൊക്കെ ഉണ്ടാക്കി തീർത്തത്, അതുകൊണ്ട് ഭഗവാനെ പ്രസാദിക്കുക, ഓർക്കിവൻ്റെ വധത്തെ നീ യുദ്ധം എങ്ങനെ കൊല്ലാനുള്ള വഴി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിച്ചൊന്നും വേണ്ട, കുറേ കാലം കഴിയുമ്പോൾ അവന് നാശം ഉണ്ടാവും. ഇപ്പോൾ അയാൾ തപസ് ചെയ്തിട്ടാണ് ഈ കേമത്തൊക്കെ ഉണ്ടായത്. അപ്പോൾ തപസ്സിൻ്റെ ഫലമായിട്ടുള്ള ആ യോഗ്യതകൾക്കാർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. അപ്പോൾ അനുഭവിച്ച് കഴിയുമ്പോൾ എല്ലാ ഫലവും തീരുമല്ലോ. അതുപോലെ ഈ തപസ്സിൻ്റെ പുണ്യഫലങ്ങളൊക്കെ നശിക്കുന്നൊരു കാലം വരും. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നുണ്ട്, അയാളെ വധിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിനെ തപോവന അവൻ ദേവകളെ നൂനം ഏറ്റേ തീരൂ തപഫലം. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അയാൾക്ക് വരം കൊടുത്തത്, അത് അയാൾക്ക് അനുഭവിക്കണം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭഗവാൻ വിഷ്ണുവിനെ തപോന്തത്തിൽ ഒതിച്ചിടും. വിഷ്ണു ഇവനെ കൊല്ലുന്നർത്ഥം കുറേ കാലം കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ഒന്നും പ്രഹ്ലാദനായിട്ട് 4ാമത്തെ പുത്രനായി പ്രഹ്ലാദൻ ജനിച്ചു എന്നോ പ്രഹ്ലാദനും ഹിരണ്യേശുവും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചൊന്നും ഒറ്റ വാക്കും പറയുന്നില്ല. അങ്ങനെ അയാൾ കാലങ്ങൾ കഴിഞ്ഞു. വിഷ്ണുവും പറഞ്ഞു, ദേവന്മാരോട് പറഞ്ഞു, ഭയം വേണ്ട ദേവകളെ, നിങ്ങൾക്ക് അഭയമേകി ഞാൻ താമസിക്കാതെ വിണ്ണോരെ വിണ്ണു നിങ്ങൾക്ക് വീട്ടിടും. നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളുടെ സ്വർഗരാജ്യകഥ ഞാൻ തിരിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാലം കഴിഞ്ഞപ്പോൾ നരസിംഹമൂർത്തിയായി വന്നിട്ട് പടീൻ്റെ വില വെച്ച് കൊന്നു. അതൊക്കെ ലോകവിഖ്യാതാണ്. സന്ധ്യാസമയത്താണ് കൊന്നത്. സന്ധ്യയാകുമ്പം രാത്രിയാണെന്ന് പറയാൻ പറ്റില്ല, പകലാണെന്ന് പറയാൻ പറ്റില്ല. കൈതകങ്ങളെ കൊണ്ട് കീറി. ഇപ്പം നഖത്തിനൊരായുധമാണെന്നോ പറയാം, ആയുധമല്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളെയും ബ്രഹ്മാവ് വരമായി കൊടുത്ത എന്തൊക്കെ വ്യവസ്ഥ അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ചെയ്തെന്ന്.
കൃത്യമായിട്ട് പറഞ്ഞു, നരൻ്റെ പാതി മെയ് പാതി സിംഹത്തിൻ്റെയുമായി പ്രഭു നാരസിംഹ ഉപസ്ഥാരെ കൈകൾ കൂട്ടി ഉരച്ചവൻ ജീമൂത ഘനസങ്കാശം ജീമൂത ഘനനിശ്വനൻ. കാർമേഘത്തിൻ്റെ നിറത്തോട് കൂടിയിട്ട് ഇടിമിന്നലിൻ്റെ ശബ്ദത്തോടു കൂടിയിട്ട് ദൃപ്തശാർദൂല വിക്രാന്ത്യ ദീപിച്ചൂക്കുള്ള ദൈത്യനെ ദൃപ്ത ദൈത്യം എന്നോനെ കൊന്നു കൈകൊണ്ടു കേവലം. ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല, ഒറ്റയടിക്ക് കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് ഇങ്ങനെ ചുരുക്കി പറയുക ചെയ്തിട്ടുള്ളൂ. നേരത്തെ നരസിംഹോപനിഷത്തുണ്ട്, നരസിംഹത്തെക്കുറിച്ചുള്ള ഉപപുരാണങ്ങളുണ്ട്. അതിലൊക്കെ വളരെ വിസ്തരിച്ചിട്ടൊക്കെ പ്രഹ്ലാദൻ്റെ സ്തുതി, പ്രഹ്ലാദന് ഭഗവാൻ കുറിച്ചുള്ള വരം, ഇതൊന്നും ഇവിടെ പരാമർശിച്ചില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവുകയേ ചെയ്തുള്ളൂ. പിന്നെ പ്രസിദ്ധമായിട്ട് പറഞ്ഞത് നരസിംഹൻ്റെ വാമനാവതാരം ഉണ്ടായി ഒരിക്കൽ. ആ വാമനാവതാരം ബലിയുടെ അഹങ്കാരം തീർക്കാനാണ് ചെറിയൊരു സൂചനയുണ്ട്. മഹാബലിയുടെ കേമത്തങ്ങളെ കുറിച്ചോ മഹാബലി എന്താണ് വരം ചോദിച്ചത്, അല്ലെങ്കിൽ ഭഗവാനും മഹാബലിയും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചോ ഒക്കെ വിശേഷമായിട്ടൊന്നും പറഞ്ഞില്ല എന്നർത്ഥം. ഇവിടെ പറയുന്നതാണ്, കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ വേറിട്ട് വാമനൻ ദൈത്യനാശനമായ ഒരു വാമനാകൃതി പൂണ്ടവൻ. ദൈത്യന്മാരെ നശിപ്പിക്കാൻ, അവരുടെ യോഗ്യതകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാമനായിട്ട് ഒരു ചെറിയ സ്വരൂപമായി ജനിച്ചു എന്നർത്ഥം. കശ്യപൻ്റെ പുത്രനായിട്ടാണ് ജനിച്ചത്. അവിടെ ചെന്നിട്ട് യജ്ഞവാടത്തിൽ മഹാബലിൻ്റെ യജ്ഞത്തെക്കുറിച്ച് സൂചന മാത്രമേ ഉള്ളൂ, അത് വിസ്തരിച്ചില്ല. മൂന്നടിപ്പാടിൽ അക്ഷോഭ്യ ദൈത്യർക്കുൾക്ഷോഭമേകിനാൻ. അതായത് ബലിഷ്ഠ ബലിയജ്ഞത്തിൽ ബലിയാം വിഷ്ണു മുന്നമേ, മഹാബലവാലനായിരിക്കുന്ന വിഷ്ണു തന്നെ ആ മഹാബലിയുടെ യാഗത്തിൽ വെച്ചിട്ട് മൂന്നടിയായിട്ട് അളന്നിട്ട് ലോകം മുഴുവൻ സ്വീകരിച്ചു എന്നാണ്. അതിനെപ്പറ്റി വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് മഹാബലിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം. പുഷ്കരൻ പിന്നെ വേപനൻ സുമഹാരഥൻ ബൃഹകീർത്തി മഹാജിക്കൻ സാശ്വൻ അശ്വപതി സ്വയം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ പറ്റി ഇത്തരമുള്ള അസുരന്മാരെ കൊന്നു ഒക്കെ പറയാൻ. അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു? പക്ഷെ ഇവിടെ പറയുന്നത് ഇവരേറ്റവും വലിയ യുദ്ധമൊക്കെ നടന്നു പറയുന്നുണ്ട്. ആ യുദ്ധമൊക്കെയാണ് ഇവിടെ ആദ്യം പറയുന്നത്. വാമനൻ എന്ത് ചെയ്തു? ഈ അസുരന്മാരോട് ഗംഭീരമായ യുദ്ധം ചെയ്തു. കുറേ ദേവന്മാർ, കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒരു ഭാഗത്ത്. അതൊക്കെ വളരെ രസമായിട്ടാണ് പറയുന്നത്. എന്തൊക്കെ രൂപത്തിലാണ് അസുരന്മാരും ദേവന്മാരൊക്കെ വന്നത് എന്നൊക്കെയുള്ളതിന് കുറേ ശ്ലോകമുള്ളതാണ്. ഇന്ദ്രതാപനൻ വാതാവി ഏതുമൻ ബലദർപ്പിതൻ അസിലോമൻ പുലോമാവൂ വാക്കുലൻ പ്രമദൻ മദൻ ഘസ്രമൻ കാലപതനൻ കലാളൻ കൗശികൻ ചലൻ ഏകാക്ഷൻ ചന്ദ്രഹ രാഹു സംഭ്രാതൻ ശ്രമരൻ ഖനൻ. ഇതൊക്കെ അസുരന്മാരുടെ പേരുകളാണ്. ഇതൊക്കെ യുദ്ധത്തിലുണ്ടായിരുന്നതാണ്. ശതഗ്നി ചന്ദ്രഹസ്തന്മാർ പരിഹങ്കയിൽ എന്തിയോർ മഹാശിലായുധ പാരം ശൂലമെന്തിന ദാനവർ. എന്തൊക്കെ രസമായിട്ട് പറഞ്ഞു വെച്ചാൽ അവരുടെ മുഖങ്ങൾ പല മുഖത്തോടു കൂടിയവരാണിത്. ആമ കോഴി മുഖക്കാരും മുയൽ കൂമൻ മുഖാഠ്യരും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അസുരന്മാരെന്നാണ്. ചിലർക്ക് ആമയുടെ മുഖമാണ്, ചിലർക്ക് കോഴിയുടെ മുഖമാണ്, ചിലർക്ക് കഴുതയുടെ മുഖമാണ്. ഖരോഷ്ട്രാക്തരും പന്നി മുഖന്മാരും അതേവിധം ഭീമന്മാർ മകരാസ്യന്മാർ കുറുക്ക മുഖ ദൈത്യരും കുറുക്കൻ്റെ മുഖമുള്ളവരായിരുന്നു. ഇതൊക്കെ വളരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തവള വക്ത്രന്മാർ, എലിയുടെ മുഖവും തവളൻ്റെ മുഖമൊക്കെ ഉള്ളവരുണ്ടായിരുന്നു നോക്കിയാൽ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യുദ്ധത്തിലുണ്ടായിരുന്നു. നാനാവേഷാഢ്യരാം ദൈത്യ നാനാമല്യാനുലേപന അതിതേജസ്വടും ദീപ്ത ആയുധങ്ങൾ എടുത്തവർ ശ്രീയേശനും ക്രമം ചെയ്യും നേരം പാഞ്ഞെത്തിയെങ്ങുമേ. ഇദ്ദേഹം മഹാബലി വരം കൊടുത്തുകൊണ്ടാണ് അളക്കുന്നതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മഹാബലിയുടെ യജ്ഞസ്ഥരായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഇദ്ദേഹം ഈ ലോകം മുഴുവൻ അളന്നിട്ട് തൻ്റെതാക്കും ദേവന്മാർക്ക് കൊടുക്കാൻ ഭാവിക്കുന്നത് കണ്ടപ്പോഴാണ് അസുരന്മാരൊക്കെ യുദ്ധത്തിനൊന്നു പറഞ്ഞതാണ്. അദ്ദേഹത്തെ ത്രിവിക്രമൻ ആയി തീർന്നതാണ്. ക്രമം എന്ന് പറഞ്ഞാൽ ഒരു അടിവെപ്പ്, കാലടിവെപ്പ് എന്നൂടി അർത്ഥമുണ്ട്. 3 കാലടിവെപ്പ് കൊണ്ട് ലോകം മുഴുവൻ അളന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ത്രിവിക്രമൻ എന്ന് പറയുന്നത്. അങ്ങനെ അളക്കുന്ന സമയത്ത് അവൻ ഭൂമി അളക്കുമ്പോൾ ചന്ദ്രാക്കന്മാർ മുനക്കിടേ. അത് ഈ ഭൂമി അളക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ ബൃഹത്തായ രൂപം സ്വീകരിച്ചു. അങ്ങനെ രൂപം സ്വീകരിച്ചപ്പോൾ ഈ ഭൂമിയും പാതാളമൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മുലയുടെ സ്ഥാനത്ത് വന്നു നിന്നാണ്. അവൻ ഭൂമി അളക്കുമ്പോൾ ചന്ദ്രാർക്കന്മാർ നീങ്ങുമേ. ചന്ദ്രനും സൂര്യനൊക്കെ സാധാരണ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലാണല്ലോ നമ്മുടെ സങ്കല്പം. അതൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മുലയിലെടുത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അത്രയും വലുപ്പത്തിലാണ് ആ ഭഗവാൻ നിന്നത്. പിന്നെ നഭസ്ഥളക്കുമ്പോൾ നാഭിസ്ഥാനത്തായിട്ട് ഇന്നുപോൽ ആകാശത്തളക്കുമ്പോൾ ആകാശം അദ്ദേഹത്തിൻ്റെ നാഭിയുടെ സ്ഥാനത്താണ്. മേൽപോട്ടളന്നിടുന്നേരം കാൽമുട്ടിൽ പാട്ട് നിന്നുതേ. അതിന് മേലോട്ട് കാലിൻ്റെ മുട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകങ്ങളൊക്കെ മുട്ടിൻ്റെ വലുപ്പത്തിൽ നിന്നല്ല. ഇങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ലോകം മുഴുവൻ സ്വന്തമാക്കി
സ്വർഗം ശക്കറിന് ഇന്ദ്രന് കൊടുത്തു എന്നാണ്. അവിടെ അവർ തമ്മിലുള്ള സംവാദമോ അല്ലെങ്കിൽ വാമനൻ ചെറിയ മൂർത്തിയായിട്ടാണ് വന്നതെന്നൊന്നും ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടേ ഇല്ലതാണ്. വീര്യമേറും വിഷ്ണുവിൽ നിന്നുരയ്ക്കുന്നു ധ്യാദികൾ ഭൂമിയൊട്ടുക്കും എന്നിട്ടു ജയിച്ച അസുരമുഖ്യരെ സ്വർഗം ശക്രന്നേകി വിഷ്ണു ബലവാന്മാരിൽ ഉത്തമൻ. ഇങ്ങനെ ബലവാനായ വിഷ്ണു അസുരന്മാർക്ക് വേണ്ടി ചെയ്തു എന്നാണ്. ഇങ്ങനെ ഈ നരസിംഹാവതാരം വാമനാവതാരമൊക്കെ വളരെ ചുരുക്കി പറയാൻ ചെയ്താൽ അതിനുശേഷം വേറെ ചില അവതാരങ്ങൾ പറയാനാണ് ഇനി ആരംഭിക്കുന്നത്. ദത്താത്രേയൻ, അതേപോലെ രാമാവതാരം, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊക്കെ നമ്മൾ പരിചയിച്ചിട്ടുള്ളതും വിഖ്യാതങ്ങളായ പുരാണങ്ങളിലൊക്കെ വളരെ വിസ്തരിച്ച് പ്രകീർത്തിച്ചിട്ടുള്ളതായ അവതാരങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായിട്ടും നമ്മൾ ദൃഷ്ടിയിൽ വളരെ വിചിത്രമായ രീതിയിലാണ് വർണ്ണിക്കുന്നത്. കാരണം ഈ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ പ്രസിദ്ധമാണ്. പ്രഹ്ലാദനാണ് ഭക്തോത്തമന്മാരിൽ അത്യുത്തമനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി നാരദൻ്റെ ഭക്തി സൂത്രത്തിലും പലതിലും കാണാം. ഇവിടെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നോ പ്രഹ്ലാദന് വരം കൊടുത്തു എന്നേ പറഞ്ഞിട്ടേ ഇല്ല എന്നർത്ഥം. ഇങ്ങനെ ഉള്ളൊരു ആഖ്യാനമാണ് ഹരിവംശത്തിൽ കാണുന്നത്. ഏതായാലും നമ്മൾ ഈ അവതാരങ്ങളൊക്കെ ഇവിടെ ജനമേജൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഹരിവംശത്തിൽ പറഞ്ഞ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി മറ്റ് ഭാഗങ്ങളൊക്കെ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.